എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്മിത. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവരുമായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പെർത്തിൽ സെറ്റിൽഡ് ആണ്. ഒരു 10 years ബാക്ക് എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആർക്കെങ്കിലും യൂസ് ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പാലക്കാടുള്ള പൊന്നൻ പൂശാരി ചികിത്സാലയം, അവിടുത്തെ നിഷികാന്ത് വൈദ്യർ, പുള്ളിയുടെ വൈഫ് ഡോക്ടർ ബീന, പിന്നെ നിഷികാന്ത് വൈദ്യൻ്റെ അമ്മ, ഇവരെല്ലാവരും കൂടി ഒരു ക്ലിനിക്ക് എന്ന് പറയാമെന്നറിയില്ല, ഒരു നാട്ടുവൈദ്യം ചികിത്സാലയമാണത്. പാരമ്പര്യ വൈദ്യ ചികിത്സാലയമാണ്. അപ്പോൾ എനിക്കൊരു 10 years ബാക്ക് കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിനൊക്കെ കണ്ടപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ IVF സജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് IVF ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു ചികിത്സാലയത്തെക്കുറിച്ച്, പൊന്നൻ പൂശാരി മെമ്മോറിയൽ പാലക്കാടുള്ള ചികിത്സാലയത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാനൊന്നും ചിന്തിക്കാതെ വൈദ്യരെ വിളിച്ചു, നിഷികാന്ത് വൈദ്യരെ വിളിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു പോന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് അതിനായിട്ട് വൈദ്യനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വൈബാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ പോയപ്പോൾ അവരുടെ വീടും ചികിത്സാലയം കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ അമ്മയോട് സംസാരിച്ചു, ചേട്ടൻ്റെ, പിന്നെ ബീന ചേച്ചി ഡോക്ടർ പുള്ളിക്കാരോട് സംസാരിച്ചു. ഭയങ്കര അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് മരുന്ന് കഴിക്കാൻ തോന്നത്തില്ലേ, അസുഖം മാറി, അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു അവിടെ. പിന്നെ പച്ചമരുന്നുകളാണ് കൊണ്ടുവന്നു. എന്നിട്ട് എന്നോടൊരു 6 months കഴിക്കാൻ പറഞ്ഞു. ഞാനൊരു 2 months കഴിച്ചുള്ളൂ, അപ്പോഴേക്കും കൺസീവായി. അപ്പം മോൾക്ക് 9 വയസ്സായി. അപ്പം ഞാൻ ഓർത്തത് ഷെയർ ചെയ്യാം. വേറെ ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. നമ്മളിങ്ങനെ കഷായമൊക്കെ കുടിക്കുമല്ലോ, ഇപ്പം കോട്ടക്കലിൻ്റെയൊക്കെ കഷായമൊക്കെ കുടിച്ചിട്ടുള്ളവർക്കറിയാം, അത്ര മധുരമൊന്നുമില്ല, കുറച്ച് കയ്പുണ്ടാവും, എന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പം ഞാൻ ഓർത്തു എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ. പിന്നെ എൻ്റെ 1-2-3 ഫ്രണ്ട്സിനും ഞാനിങ്ങനെ അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അത് ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.